മോചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഷാലോം TV പ്രേക്ഷകർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 7:24 ഇപ്രകാരം പറയുന്നു: തൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറപ്പുറത്ത് ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അതെ, കർത്താവിൻ്റെ വചനം കേൾക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്ത ഒരു കുടുംബത്തെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ജോബിയെയും കുടുംബത്തെയും ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോബി എബ്രഹാം. എൻ്റെ ഫാദറിൻ്റെ പേര് എബ്രഹാം. എൻ്റെ മദറിൻ്റെ പേര് ഏലിയാമ്മ. എൻ്റെ നാട് ആലപ്പുഴയിൽ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എനിക്ക് 2 സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട്. ഇതെൻ്റെ ഭാര്യ ആശ, ഞങ്ങളുടെ മകള് നേഹ, അത് താര. എത്ര നാളായി ദുബൈയിൽ വന്നിട്ട്? ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ദുബായ് വന്നിട്ട് 19 വർഷമായി. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അൽ ഷഫർ ജനറൽ കോൺട്രാക്ടിങ് എന്ന കമ്പനിയിലാണ്. അവിടുത്തെ പ്രൊക്യൂർമെൻറ്റ് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ആശ വിവാഹത്തിന് ശേഷമായിരിക്കുമല്ലോ ദുബൈയിലേക്ക് വന്നത്? അതെ, വിവാഹത്തിന് ശേഷം. ആശയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നാട്ടിലെവിടെയാണ്? എൻ്റെ വീടും ആലപ്പുഴയിൽ തത്തമ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എൻ്റെ ഫാദർ വർഗീസ് ആൻ്റണി ബാങ്കിലായിരുന്നു. അമ്മ മേരിയമ്മ ടീച്ചറായിരുന്നു. എനിക്കൊരു സിസ്റ്ററാണുള്ളത്. ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിന് പല മാറ്റങ്ങളും വരാറുണ്ട്. അപ്പം ജോബിയുടെ ഇപ്പോഴത്തെ ആ കരിസ്മാറ്റിക് ജീവിതം അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? ശരിക്കും ഈ ദുബായിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും പ്രൈം ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർക്ക് അതിന് അവരുടേതായ കാരണങ്ങളുണ്ട്. കാരണം നാട്ടിലുള്ളതുപോലെ ഒരു ജോബ് സെക്യൂരിറ്റി ഇവിടെ ഇല്ല. ആരുടെ ജോലി വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പോകാം. പിന്നെ നാട്ടിലുള്ളതുപോലെ ഒരു പെൻഷൻ സ്കീമോ അങ്ങനെ ഒരു കാര്യവും ഇല്ല. അപ്പം ഇവിടെ ഉള്ള സമയം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുക. ഇതാണ് ഒരു സാമാന്യ ദുബായ്ക്കാരൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് അവൻ പല വിധത്തിൽ വിനിയോഗിക്കുന്നുണ്ട്. കുറേ അവൻ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ടിടും, വേറെ കുറേ അവൻ സ്ഥലങ്ങൾ വാങ്ങിക്കും. ചിലപ്പോൾ കൈ പൈസ കാണത്തില്ല, ഉടനെ ഒരു ബാങ്കിൽ നിന്ന് വലിയൊരു ഭീമമായ ലോണൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ സ്ഥലം വാങ്ങിക്കുന്നു. അങ്ങനെ ഈ കൂടുതലും വേൾഡ്ലി ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ ഉള്ളൊരു തത്രപ്പാടാണ് ഒരു ദുബായ്ക്കാരൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കുറേ ടെൻഷനും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറേ ടെൻഷനൊക്കെ എടുത്തു വെക്കും തലയിൽ. ഈ ടെൻഷനൊക്കെ അവൻ റിലീവ് ചെയ്യുന്നത് അവൻ്റെ വീക്കെൻഡുകളിലാണ്. അപ്പം കൂടുതലും ഒരു ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ വീക്കെൻഡുകൾ കുറച്ച് മദ്യപാനത്തിലും കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ളൊരു പാർട്ടി, ഇല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ജീവിതമാണ് ഒരു ദുബായ്ക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ ഇവരിൽ നിന്നും ഒട്ടും വിഭിന്നനായിരുന്നില്ല ഒരു 5 വർഷം മുമ്പ് വരെ. 5 വർഷം മുമ്പാണ് എൻ്റെ ജോലി ഇവിടുന്ന് ദുബായിൽ നിന്ന് അബുദാബിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ ദുബായിൽ നിന്ന് എല്ലാ ദിവസവും അബുദാബിയിൽ പോയി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 170 കിലോമീറ്റർ യാത്ര ചെയ്യണം.
എനിക്ക് എൻ്റെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, ജോസി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം ഈ ജോസി എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്തിൽ നിന്നാണ് ശരിക്കും കൂടുതൽ ഡീപ്പായിട്ടുള്ള കരിസ്മാറ്റിക് പ്രെയർ ഗ്രൂപ്പുകളെക്കുറിച്ചും അതിൻ്റെ ഒരു അവബോധത്തെക്കുറിച്ചുമൊക്കെ ഒരു ഐഡിയ എനിക്ക് കിട്ടിത്തുടങ്ങിയത്. അതുതന്നെയല്ല, എൻ്റെ ഈ ഭൗതിക ജീവിതത്തിലേക്കുള്ള ആ ഒരു പരക്കം പാച്ചിലിനിടയ്ക്ക് ഒരിക്കലും എനിക്കൊരു യഥാർത്ഥമായ ആദ്യമേയൊക്കെ എനിക്കതൊരു സന്തോഷം തന്നെങ്കിലും യഥാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷം എനിക്ക് കിട്ടിയിരുന്നില്ല. എൻ്റെ മനസ്സിലെവിടെയൊക്കെ ഒരു ശൂന്യത അനുഭവപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ അബുദാബിയിൽ ഒരു ധ്യാനം കൂടാനിടയായി. ഒരു മാംഗ്ലൂരുകാരനൊരു സഹോദരനാണ് ആ ധ്യാനം നടത്തിയത്. ആ സഹോദരൻ ആ ധ്യാനത്തിൽ വെച്ച് ആ സഹോദരൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. ഈ സഹോദരൻ ചെറുപ്പത്തിൽ കൊച്ചിലെ വളരെ മാരകമായ ഒരു രോഗത്തിന് അനുഭവപ്പെടുകയും അത് മരണക്കിടക്കയിലായി ആ സഹോദരൻ. ആ സമയത്ത് ഈ സഹോദരൻ്റെ ഫാദറിനുണ്ടായിരുന്നൊരു ദുശീലമാണ് സ്ഥിരമായ പുകവലി. ആ പുകവലി ശീലം ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് ഞാൻ ഇനി ഒരിക്കലും പുകവലിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തു. എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ എന്നൊരു പ്രതിജ്ഞ എടുത്ത് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ ആ മകൻ തൽക്ഷണം സുഖപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതെന്നെ വളരെയധികം അഫക്റ്റ് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ വേറൊരു കസിൻ ബ്രദറുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ ഞങ്ങൾ തല്ലിക്കളിച്ച് വളർന്ന ഒരു സഹോദരനാണ് ആ സഹോദരൻ. പുള്ളിയുടെ ഒരു മകനുണ്ടായിരുന്നു. ആ മകനൊരു വളരെ മാരകമായ ഒരു രോഗം, ക്യാൻസർ രോഗബാധ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ സഹോദരനും മദ്യപാന ശീലമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ സഹോദരനൊരു പ്രതിജ്ഞ എടുത്തു, തമ്പുരാനെ എൻ്റെ കുഞ്ഞിനെ നീ സുഖപ്പെടുത്തണം, ഞാൻ ഈ ദുശീലം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ മദ്യം കൈകൊണ്ട് തൊടുകയില്ല. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു. ആ സഹോദരൻ്റെ ആ കുഞ്ഞും പൂർണ്ണമായി ഭേദപ്പെട്ടു. അവരിപ്പോൾ ഫാമിലിയായിട്ട് UK സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്നെ വളരെയധികം അഫക്റ്റ് ചെയ്യുകയും പിന്നെ ഞാൻ ഈ ധ്യാനത്തിൽ കൂടുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു അവബോധം ഉണ്ടായി. ഞാൻ എൻ്റെ ഈ ജീവിതം മാറ്റേണ്ട ഒരു ജീവിതമാണ്, എൻ്റെ ടാർഗറ്റ് ഇതല്ല, എൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ ഇതല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കരിസ്മാറ്റിക് കൂട്ടായ്മയിലേക്കും ഈ പ്രെയറിലേക്കും ഒക്കെ വരാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ജോബിയുടെ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് ആശയ്ക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ആശയിൽ അതുപോലെ ഒരു സ്വാധീനം ഉണ്ടായോ മാറ്റം? ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബാക്കി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡ് പ്ലേസ് കൊടുത്ത് എൻ്റെ പേഴ്സണൽ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. ശരിക്കും ജോബിയുടെ ആ ഒരു ചേഞ്ചാണ് എനിക്കും ഒരു ഇൻസ്പിറേഷനായി. ഞാനും കൂടുതൽ പ്രാർത്ഥനയിൽ ഇൻവോൾവ് ചെയ്ത് ഒരു പ്രെയർഫുൾ ലൈഫിലേക്ക് ഞാനും കടന്നു വന്നു. നമുക്കറിയാം പലപ്പോഴും അല്ലേ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഭർത്താവ് വഴിയാണ് ഭാര്യ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, ഭാര്യ വഴിയാണ് ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഓരോ വ്യക്തികളിലൂടെ എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് നമുക്കിങ്ങനെ അനുഭവങ്ങളിലൂടെയാണ് മനസ്സിലാകുന്നത്. ആട്ടെ, ജോബി നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ സജീവമായിട്ട് ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കാണാം. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഓൾ UAE ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ ദുബായിൽ നിന്നുള്ള ടീമിൽ സീനിയേഴ്സിൻ്റെ തലത്തിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ തവണയും ആ മത്സരത്തിനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയല്ല, ഇപ്പോൾ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ബൈബിൾ ഇത്ര ആഴത്തിൽ പഠിക്കാനായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ അതിനുണ്ടായ ഒരു പ്രേരണ എന്തായിരുന്നു? ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മറ്റ് മതസ്ഥരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പലപ്പോഴും നമ്മളെ വിമർശിക്കാറുണ്ട്. ഒരു വിമർശന രൂപേണ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സംശയ ദൂരീകരണം എന്ന രീതിയിലും അത് വരാറുണ്ട്. കത്തോലിക്ക സഭ പിന്തുടർന്നു വരുന്ന ആരാധനാക്രമം ഇതിൽ പലതും ബൈബിളുമായിട്ട് വിരുദ്ധമാണല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാനായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലൊക്കെ ഒരു ഡീപ്പായിട്ട് ഒരു അറിവ് എനിക്ക് വേണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ ഞാൻ ആ സമയത്ത് ഞങ്ങൾ അബുദാബിയിലായിരുന്നു. അബുദാബി പള്ളിയിൽ ഒരു ബൈബിൾ സ്റ്റഡി പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ ദുബായ് പള്ളിയിലെ വികാരി അച്ഛൻ ലെനി അച്ഛനാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ ആ ഫോറത്തിലാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഈ സംശയങ്ങളെല്ലാം സംശയ നിവർത്തി വരുത്തിക്കൊണ്ടിരുന്നത്. ഇനി അതിൽ അപ്പുറത്ത് എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഒരു റെഫറൻസ് ആക്കി എടുക്കുമായിരുന്നു. പലപ്പോഴും ഞാൻ എല്ലാ സഹോദരങ്ങളോടും പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു സംശയം ഒരു വചനഭാഗത്തിൽ ഉണ്ടാകുമ്പോൾ
നമ്മൾ പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് നമ്മളുടെ സംശയ നിവൃത്തി വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണുന്നതും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഒരു വികലമായ ഒരു പ്രബോധനമാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ നമ്മളെടുത്ത് റെഫർ ചെയ്യുമ്പോൾ അതിന് പകരം നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം റെഫർ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഒരു ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും അവൻ നിത്യജീവൻ ലക്ഷ്യമാക്കി എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായ രീതിയിൽ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാവരും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അടിസ്ഥാനമാക്കി അവരവരുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇത് പലപ്പോഴും എനിക്ക് തോന്നുന്നു അജ്ഞത തന്നെയാണ് അല്ലേ മറ്റു പലരെയും നമ്മൾ പല വഴികളിലൂടെ തിരിച്ചുവിടുന്നത്. നേരായ വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കർത്താവിൻ്റെ വചനമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് ഇങ്ങനെയുള്ള നല്ല ബുക്കുകൾ നോക്കി നമ്മൾ കത്തോലിക്ക പഠനം അതിനെ അടിസ്ഥാനമാക്കി വേണം നമ്മുടെ ജീവിതത്തിലെ സംശയങ്ങൾ നീക്കാനും ജീവിതം നമ്മൾ ക്രമപ്പെടുത്തുവാനും. അതെ, അപ്പം ഈ ബൈബിൾ പഠനം വഴി എന്താണ് അത് നല്ല ബോധ്യങ്ങൾ ജീവിതത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും മാറ്റം ജീവിതത്തിൽ വരുത്തിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? 119 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവിടുത്തെ വചനം അനുസരിക്കുവാനും അതനുസരിച്ച് പൂർണ്ണമായി പ്രവർത്തിക്കുവാനുമുള്ള അറിവ് എനിക്ക് നൽകണമേ. ആ രീതിയിൽ ഞാൻ വചനത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് നടന്നെടുത്തപ്പോൾ എനിക്കുണ്ടായ ആദ്യത്തെ ഒരു കാര്യം, അതുവരെ ഉണ്ടായിരുന്ന ധനമോഹം അല്ലെങ്കിൽ ധനലാഭം, എന്ത് കാര്യത്തിലും ഒരു ധനലാഭം ലാക്കാക്കുന്ന ഒരു പ്രവണത എന്നിൽ നിന്ന് വിട്ടകന്നു. എൻ്റെ ലക്ഷ്യം അതല്ല, ധനമുണ്ടാക്കുക എന്നുള്ളതല്ല. എൻ്റെ ലക്ഷ്യം എൻ്റെ നിത്യജീവനാണ്, അതിലേക്ക് ലാക്കാക്കിയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം എനിക്ക് വന്നു. യഥാർത്ഥ സമ്പത്ത് അതാണ് എന്ന് വന്നു. നമ്മളുടെ നിക്ഷേപങ്ങൾ എവിടെയാണ് നമ്മൾ സ്വരുക്കൂട്ടേണ്ടത് എന്നുള്ള ഒരു വ്യക്തത കിട്ടി. അത് ആദ്യത്തെ കാര്യം, ഏറ്റവും പരമപ്രധാനമായ കാര്യം. 2, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പകച്ചു പോകാതെ എല്ലാ കാര്യങ്ങളും റോമ 8:28 എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ള ഒരു വചനത്തിലുള്ള പൂർണ്ണമായ വിശ്വാസപ്രകാരം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്ത് പ്രതിസന്ധികൾക്കും ഒരു നന്മയുടെ പരിവേഷമുള്ള അല്ലെങ്കിൽ നന്മ തന്നെയായ ഒരു എൻഡ് ഉണ്ട് എന്ന പൂർണ്ണമായ ഒരു വിശ്വാസം കിട്ടി. അത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. നമ്മൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് എത്ര സഹനത്തിൽ ആ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ അത് നമ്മളെ ഒരിക്കലും നിരാശരാക്കുകയില്ല. അപ്പൊ അത് തന്നെയാണല്ലേ ആ ഒരു ബോധ്യം. പിന്നെ ഉണ്ടായ ഒരു കാര്യം, പലപ്പോഴും എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യം, എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുമായിട്ട് സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ചില ആളുകളുണ്ട്, അവരൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വരിക, അല്ലെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ, അവരുമായിട്ട് എനിക്ക് ഒരു സഹവാസം വളരെ ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ. ഞാൻ ഈ വചനത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ടൊക്കെ വളരെയധികം കാര്യമായി സംസാരിക്കുവാനും അവരായിരിക്കുന്ന അവസ്ഥ അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ പ്രവർത്തിക്കാനും പല കാര്യങ്ങളും ചെയ്യുവാനും എനിക്ക് സാധിക്കാറുണ്ട്. അങ്ങനെ ഒരു വളരെ നല്ല കാര്യം എനിക്ക് സംഭവിച്ചു. പിന്നെയുള്ള ഒരു കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം. പലപ്പോഴും ഒരു പ്രതികാര ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ എപ്പോഴും. ആരെങ്കിലും എന്നോട് എന്തെങ്കിലും എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഉന്നമനത്തിനെതിരായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേ എനിക്ക് അവരോടൊരു പ്രതികാര ചിന്ത മനസ്സിലുണ്ടാകുമായിരുന്നു. അതെല്ലാം മാറി, പൂർണ്ണമായിട്ടും മാറിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഒരു മാർഗത്തിലാണ് ഞാൻ. വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്ക് കർത്താവിൻ്റെ വചനത്തോട് നമ്മൾ കൂടുതൽ ആഴം, ആ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മാത്രമേ നമുക്ക് പലപ്പോഴും ക്രിസ്തുവിൻ്റെ ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം പലപ്പോഴും നമ്മൾ ആചാരങ്ങളിലും പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഒതുങ്ങിക്കൂടുന്ന ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ത് ആഗ്രഹിക്കുന്നു എന്ന്, അല്ലെങ്കിൽ സഹോദരരോട് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വചനം നമ്മുടെ ഉള്ളിൽ നിറയണം. ആട്ടെ, ആശയ്ക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ഇങ്ങനെ ജോബി കൂടുതൽ പ്രാർത്ഥനയിലും വചനത്തിലും ഒക്കെ ആഴപ്പെട്ടപ്പോൾ അത് എന്തെങ്കിലും ഒരു പ്രചോദനം അല്ലെങ്കിൽ ആശയുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആഴ്ചയിൽ ഒരിക്കലൊക്കെ പള്ളിയിൽ പോകാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് മാറി ഞങ്ങൾ സാധിക്കുമ്പോഴൊക്കെ വീക്ക് ഡേയ്സിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്കിവിടെ നല്ലൊരു ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്. എവിടെയുള്ളത്? ഗിസൈസ്. ഞാൻ അവിടെ ബൈബിൾ ക്വിസൊക്കെ അവർ നടത്താറുണ്ട്. അതിന് ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് പ്രൈസ് വല്ലപ്പോഴും എനിക്കൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു ചേഞ്ച് പിള്ളേരിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഡിവൈൻ മേഴ്സി പ്രയറൊക്കെ ചൊല്ലി അങ്ങനെ അവരിലും ഒരു നല്ലൊരു മാറ്റം
സംഭവിച്ചു. വരുത്താനായിട്ട് സാധിച്ചു. അപ്പം ആശ പറഞ്ഞ പോലെ ഈ കൂട്ടായ്മകളൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ സമൂഹത്തിൽ പ്രാർത്ഥനയ്ക്ക് നല്ലൊരു പ്രചോദനമാണ്. കാരണം സമൂഹം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കൂടുതൽ വചനം കേൾക്കാനും ഇങ്ങനെ വചനം പഠിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. ബൈബിൾ ക്വിസ് മത്സരങ്ങളിൽ നമ്മൾ പ്രൈസ് കിട്ടുന്നതിലുപരി നമുക്കത് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നു. അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ പോലും ആ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കും. അതെ, മത്തായി 6:33 പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ദൈവത്തിന് കൊടുക്കുക, ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അത് അടിസ്ഥാനമാക്കി ജീവിതം മുന്നോട്ട് അത് നയിക്കും. ഏതൊരു ക്രൈസ്തവനും മാതൃകയാക്കേണ്ട ഒരു ജീവിത ശൈലിയാണത്. കാരണം ഇന്നത്തെ ലോകത്തിൽ കൂടുതലും നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓടുന്നത്. എല്ലാം കഴിഞ്ഞ് അവസാനമാണ് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഒന്ന് സമയം കണ്ടെത്തുന്നത്. അപ്പം ശരിക്കും ഈ ഒരു വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാംസം ധരിക്കേണ്ടതാണ്. നിങ്ങൾ ഇത്രയും പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം നിങ്ങളെ ഈ അനുഗ്രഹിച്ചു എന്ന് നിങ്ങൾക്ക് എടുത്തു പറയാനായിട്ട് അങ്ങനെ മനസ്സിൽ തോന്നിയ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാ ദിവസവും തൊട്ട് തലോടുന്നത് പോലെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും അടുത്തായിട്ട് സംഭവിച്ച ഒരു കാര്യം പറയാം. എൻ്റെ ജോലി പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെട്ടു. ഇവിടെയുള്ള ജോലി അങ്ങനെയാണ്, യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു ദിവസം പെട്ടെന്ന് ജോലി പോയി. ജോലി പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അന്ന് ജോലി പോകുന്ന ആ ദിവസം മുതൽ കമ്പനി അടുത്ത ഒരു മാസം വരെയുള്ള ശമ്പളവും തന്നിട്ടാണ് നമ്മുടെ ജോലി പോകുന്നതായിട്ട് അവർ ലെറ്റർ തരുന്നത്. അപ്പം ഞാനത് വന്നപ്പോൾ അതൊരു പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ. അത് വന്നപ്പോൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് സ്വീകരിച്ചു. ഞാൻ ദശാംശം കൊടുക്കുന്ന ഒരു ശീലമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി പോയ ആ സമയത്തും ഞാൻ ദശാംശം മുടങ്ങാതെ തന്നെ കൊടുത്തു. കാരണം എനിക്ക് ഉറപ്പായിരുന്നു തമ്പുരാൻ എന്നെ കാത്തുകൊള്ളും. എൻ്റെ സാമ്പത്തിക സ്രോതസ്സിലൊന്നും യാതൊരുവിധ തടസ്സവും ഉണ്ടാകാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല. വളരെ വലിയൊരു അത്ഭുതം എന്നതുപോലെ എൻ്റെ ജോലി പോയ ആ ദിവസം മുതൽ 30-ാം ദിവസം, അതായത് അന്ന് വരെയുള്ള ശമ്പളം എൻ്റെ പഴയ കമ്പനി തരണം, ആ 30-ാം ദിവസം തന്നെ എനിക്ക് എൻ്റെ പുതിയ ജോലി അതുപോലെ തന്നെ ഒരു നല്ല ജോലി കിട്ടുകയുണ്ടായി. പ്രഭാഷകൻ 35 പറയുന്നത് പോലെ തമ്പുരാൻ 7 ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്ന ആളാണ്. നമ്മൾ വെറും കൈയോടെ തമ്പുരാൻ്റെ അടുത്ത് പോരുത്, നമ്മൾ കൊടുക്കണം. നമ്മുടെ പൈസ ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ നമുക്ക് കൊടുക്കാനുള്ള ആറ്റിറ്റ്യൂഡ്, ആ മനസ്ഥിതി ഉണ്ടാവണം. അത് ഷെയർ ചെയ്യണം. അത് മ്ലാനവദനായിട്ടല്ല, വാടിയ മുഖത്തോടെ അല്ല നമ്മൾ കാഴ്ച അർപ്പിക്കേണ്ടത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുവിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദശാംശം കൊടുക്കുന്ന ശീലം ഉള്ളത് കൊണ്ട് തന്നെയാണ് തമ്പുരാൻ എനിക്ക് അതേ കൃത്യസമയത്ത് തന്നെ എനിക്കൊരു സൈൻ കാണിച്ച ഒരു കൺഫർമേഷൻ തരുവാണ്. നീ കൊടുക്കുന്നത് കൊണ്ട് നിന്റെ ദശാംശം മുടങ്ങാതിരിക്കാനായിട്ട് ഞാൻ നിനക്ക് ജോലി തരും. അങ്ങനെ അല്ലേ, നമ്മൾ ആ വചനത്തിന്റെ ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു കൈക്കൂലി കൊടുക്കുന്നത് പോലെ അത് പറയുന്നുണ്ട്. തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, ആളുകൾ അങ്ങനെ ആകരുത്. ഓക്കെ, എൻ്റെ സാമ്പത്തിക സ്രോതസ് നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ജോലി പോകാതിരിക്കാൻ തമ്പുരാന് 10% കൊടുത്തൊരു കൈക്കൂലി കൊടുത്തേക്കാം. അത് തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രഭാഷകൻ 35-ാം അധ്യായത്തിൽ. കൈക്കൂലി ദൈവത്തിന് കൊടുക്കരുത്, അത് ഞാൻ സ്വീകരിക്കുകയില്ല. വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജാണത്. അതായത് മലാക്കി 3:10 ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവേൻ. കാരണം സ്വർഗ കവാടം തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമോ എന്ന് പരീക്ഷിച്ച് നോക്കുവിനെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും, കുടുംബത്തിലാവട്ടെ സമൂഹത്തിലാവട്ടെ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലെല്ലാം വെട്ടിപ്പിടിക്കാനായിട്ടുള്ള ഒരു ഓട്ടമാണ് എല്ലാവർക്കും. അപ്പം ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ പരസ്പരം പങ്കുവെക്കാനോ അങ്ങനെയുള്ള മനോഭാവമുള്ള വ്യക്തികളെ കാണുന്നത് വളരെ ചുരുക്കമാണ്. അപ്പം ജോബി പറഞ്ഞതുപോലെ ജോലി നഷ്ടപ്പെട്ട അവസരത്തിൽ പോലും ആ ദശാംശം കൊടുക്കുവാനായിട്ട് ഒരു മടി കാണിക്കാതെ ആ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടു കൂടി ഒരു നിരാശയും കൂടാതെ ആ ജീവിതം മുന്നോട്ട് നീക്കി. ഇത് ശരിക്കും സമൂഹത്തിന് വലിയൊരു മാതൃകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ക്രൈസ്തവ സഭയിൽ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളെ ശരിക്കും നമ്മൾ കണ്ടുമുട്ടുന്നത് വളരെയധികം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, മോള് നേഹയുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് മോള് സാറിന് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പോകാറുള്ളത്? ഞാൻ കുഞ്ഞാന്നപ്പോൾ പിന്നെ എനിക്ക് പ്രാർത്ഥനയുടെ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ക്രിസ്ത്യൻ ഉള്ള കാരണം അതിനൊക്കെ ഞാൻ കുറേ പ്രാവശ്യം പോകുന്നുണ്ട്. പിന്നെ അതിൽ കൂടെ എനിക്ക് പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. പിന്നെ ക്രിസ്ത്യനിൽ കൂടെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓൾട്ടർ സർവീസിൽ ജോയിൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യനിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിലും ഞാൻ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്.
വളരെ നല്ല കാര്യം. മോക്കും പോകാൻ ഇഷ്ടമാണോ ക്രിസ്ത്യൻ ക്ലാസ്സുകളിലൊക്കെ? എനിക്കും പോകാൻ ഇഷ്ടമാണ്. ആണോ? അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്? നല്ല കുട്ടിയാവാൻ ആൻറ്റിമാർ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ സോങ്സ് ടുഗദറായിട്ട് സിംഗ് ചെയ്യും, സ്റ്റോറീസും ഒക്കെ കേൾക്കും. മാത്രമല്ല ഞങ്ങൾ കുറേ ബൈബിൾ വേഴ്സസും ലേൺ ചെയ്യും. എനിക്കത് ഇച്ചിരി കൂടെ ക്ലോസർ ആവാൻ പറ്റി കാരണം. ഈശോയോട് അല്ലേ, ഈശോയോട് ഒത്തിരി അടുക്കാൻ പറ്റി. മോക്ക് ഇഷ്ടമുള്ളൊരു വചനം പറയാവോ? Matthew 18:3 I assure you that until you change and become like children, you will never enter the kingdom of heaven. കണ്ടോ? അപ്പം കുഞ്ഞുങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് നമ്മൾ മാതാപിതാക്കന്മാരുടെ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഏത് രീതിയിലാണ് ഇതുപോലെ കൂടുതൽ ബൈബിളിനെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ജോബിയെ സഹായിച്ചിരിക്കുന്നത്? എന്നെ ഒരുപാട് രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ഉദാഹരണം പറയാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. മത്തായിയുടെ സുവിശേഷം മലയിലെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഞാൻ ഒരുപാട് ആലോചിച്ചത് എന്താ ഈ ആത്മാവിൽ ദരിദ്രർ. ഞാൻ ആലോചിച്ച് ഇതിനെക്കുറിച്ച് ഒരുപാട് വിഷമിച്ചു. പിന്നെ എനിക്ക് ഐഡിയ കിട്ടി, ഇപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രബോധനം ഉണ്ടായിരിക്കും. അവിടെ ഞാൻ റെഫർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്ന കൂട്ടർ അവരാരാണ്. അവരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രൊവിഡൻസിൽ, ഓക്കെ, ഗോഡ്സ് പ്രൊവിഡൻസ്, അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ആശ്രയിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ സമ്പത്തല്ല അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ സമ്പത്തിലല്ല അവർ ആശ്രയിക്കുന്നത്, സമ്പത്തല്ല അവർക്ക് കൺസലേഷൻ തരുന്നത്. ദൈവത്തിൻ്റെ പ്രൊവിഡൻസിലാണ് ആശ്രയിക്കുന്നത്. ദൈവം എന്തിനും മതിയായവനാണ്. ആ ചിന്ത ഉള്ളവനെയാണ് ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുന്നത്. അതൊരു സുവിശേഷ ഭാഗ്യമാണ്. ആ ആത്മാവിൽ ദാരിദ്ര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോണ റിവാർഡ് എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഹെവനാണ്. ദൈവരാജ്യം നമ്മൾ സ്വന്തമാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും എനിക്ക് എപ്പോഴും സംശയമുണ്ടെങ്കിലും ഞാൻ റെഫർ ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് കത്തോലിക്ക മതബോധന ഗ്രന്ഥം. അപ്പോൾ ദൈവരാജ്യം സ്വന്തമാക്കാനായിട്ട് ഇത്രയും അല്ലേ നമ്മൾ ആ ബൈബിൾ പഠിച്ചു, അതിനുശേഷം അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം തേടി കണ്ടുപിടിച്ചു. അപ്പം പലപ്പോഴും സത്യത്തിൽ നമ്മളിങ്ങനെ ഇത് അറിയാതെ ഈ ദൈവത്തെ സ്നേഹിക്കുന്നു, നമ്മൾ പള്ളികളിൽ പോകുന്നു, പക്ഷേ പലപ്പോഴും ഈ ദൈവം എന്താണ് അല്ലെങ്കിൽ ദൈവം ആരാണെന്ന് അറിയാതെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അപ്പം ജോബിക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ദൈവത്തെ ആ ഒരു ഇപ്പോഴത്തെ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ അതിൽ എത്രത്തോളം നമ്മൾ ആ ഒരു ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്? ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അറിവില്ലായ്മയാണ് മൊത്തമായിട്ട്. നമ്മൾ ഈ ലോകത്തിൽ എത്ര കാലം ജീവിക്കും? നമ്മൾ ഈ സ്വരുക്കൂട്ടുന്നതും നമ്മൾ ലാക്കാക്കുന്ന നമ്മുടെ സാമ്പത്തിക ലാഭവും നമ്മുടെ സമ്പത്തും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള എറ്റേണൽ പീസും തരുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും സമ്പത്ത് കുമിഞ്ഞു കൂടുമ്പോൾ അതനുസരിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ജീവിതം ലാക്കാക്കേണ്ടത് നമ്മുടെ നിത്യജീവനെയാണ്. നിത്യജീവനെ ലാക്കാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്രിസ്തുവിലുള്ള പങ്കാളിത്തമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോഴത്തേക്കും അവനെ സൃഷ്ടിച്ചത് ഏതവസ്ഥയിലാണ്? പാപമില്ലാത്ത അവസ്ഥയിലാണ്. അവരനുസരണക്കേട് ചെയ്തു, അതിലേക്ക് പാപം കടന്നു വന്നു. അതോടുകൂടി ഈ മനുഷ്യജാതിക്ക് മുഴുവനും പാപത്തിലേക്കുള്ള ഒരു ഇൻക്ലിനേഷനാണ് ഉള്ളത്. നമ്മളെ ആ പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ആ സ്ലേവറിയെ മാറ്റിയിട്ട് നമ്മുടെ പഴയ സ്റ്റാറ്റസിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ദൈവമായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി തന്നെ ശൂന്യനാക്കി ഇറങ്ങി വന്നത്. അതാണ് ശരിക്കുമുള്ള ലവ് എന്ന് പറയുന്നത്. ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായാണ് അവതരിച്ചത്. അപ്പം അല്ലാതെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഈ വേദനകളൊന്നും എല്ലാം മാറ്റി ശൂന്യമാക്കിയൊന്നും അല്ല. മനുഷ്യനായി പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ആത്മാവും ശരീരവും എടുത്താണ് അവതരിച്ചത്. അപ്പം ഒരു മനുഷ്യനെ കുരിശിൽ തറച്ച് കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വേദന അനുഭവിക്കണോ അതേ വേദന അനുഭവിച്ചാണ് ദൈവം കുരിശിൽ നമുക്കായി തറയ്ക്കപ്പെട്ടത്. ഈ ദൈവത്തിൻ്റെ സ്നേഹം ആദ്യം അറിയണം. എന്നാലേ നമുക്ക് ഒരാളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ആ ആളെ അറിഞ്ഞാലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇല്ല അറിയാത്ത ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ആദ്യം ദൈവത്തെ അറിയണമെങ്കിൽ നമ്മൾ വചനം പഠിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 119 പറയുന്നത് അല്ലേ, ഈ വ്യർത്ഥതകളിൽ നിന്ന് എന്റെ ദൃഷ്ടി മറച്ച് അതിന് പകരം നമ്മൾ കർത്താവിന്റെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമെന്ന്. അപ്പൊ ഈ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അവിടുത്തെ കൽപ്പനകളിലേക്ക് നമ്മുടെ പാത ഉണ്ടായിരിക്കട്ടെ, അതിൽ നമ്മൾ ആനന്ദിക്കട്ടെ. 119 തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്. യഥാർത്ഥ ആനന്ദം നമ്മൾ പലപ്പോഴും
കണ്ടെത്തേണ്ടത് കർത്താവിൻ്റെ കൽപ്പനകളിലാണ്, കർത്താവിൻ്റെ നിയമത്തിലാണ്. തീർച്ചയായും. അപ്പം ആ ഒരു യഥാർത്ഥ സന്തോഷവും ആനന്ദവും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പം നമുക്ക് എല്ലാ കുടുംബങ്ങളും സ്വർഗം തുറന്ന് കർത്താവ് കുടുംബങ്ങളെ അനുഗ്രഹിക്കും. എപ്പോഴും നമ്മുടെ അറിവ് പൂർണ്ണമാകണമെങ്കിൽ ബൈബിള് റെഫർ ചെയ്യണം. പലപ്പോഴും ബൈബിളിലുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമായിരിക്കണം നമ്മുടെ ക്രൈസ്തവരുടെ എല്ലാം വീട്ടിലുണ്ടാകേണ്ട ഒരു റെഫറൻസ് ഗ്രന്ഥം. അതിന് പല പല സംശയങ്ങളും നമുക്കുണ്ടാകും. നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നും ഇപ്പം ദൈവിക പുണ്യങ്ങൾ, വിശ്വാസം, പ്രത്യാശ, ഉപവി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ ദൈവിക പുണ്യങ്ങൾ? ഇതെന്താണ് ദൈവിക പുണ്യങ്ങളെന്ന് പറയാൻ കാരണം എന്താ? കാരണം ഇത് ദൈവമായിട്ട് തരേണ്ടതാണ്, മനുഷ്യനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നമ്മുടെ പ്രയത്നം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല ഇത്. വിശ്വാസം, പ്രത്യാശ, ഉപവി ഇത് മൂന്നും ദൈവിക പുണ്യങ്ങളാണ്. അത് ദൈവമായിട്ട് തരണം. എന്താണ് ഉപവി അറിയണമെങ്കിൽ നമ്മൾ വീണ്ടും റെഫർ ചെയ്യേണ്ടത് ഗൂഗിളിനെ അല്ല, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് ഉപവി, എന്താണ് നമ്മൾ ലാക്കാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അടങ്ങുന്ന അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ജോബിക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിരന്തരം നമ്മൾ ദൈവത്തിൻ്റെ വിളിക്കായി കാതോർക്കണം. നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നമ്മൾ എത്രയധികം ഉത്സുകതയോടെയാണ് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊരു IAS എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ, അല്ലെങ്കിൽ ഒരു മെഡിസിൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ എഴുതിയാൽ നമ്മൾ എത്രത്തോളം കാര്യമായിട്ടാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതിനേക്കാളും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നിത്യജീവിതം. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി നിരന്തരം കാതോർക്കണം നമ്മൾ. നിങ്ങളുടെ ദശാംശം അല്ല ക്രിസ്തുവിന് ആവശ്യം, ക്രിസ്തുവിന് നിങ്ങളെ മുഴുവനായിട്ടാണ് ആവശ്യം. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ നിൻ്റെ സർവ്വവും ഉപേക്ഷിച്ച് നിൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്നാണ്. ഇന്നത്തെ ഈ ലോകത്തിൽ കുറ്റമറ്റവരായിട്ട് ജീവിക്കുവാൻ, ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് കർത്താവിൻ്റെ ജീവനുള്ള വചനത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഫിലിപ്പി 3:15 പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതൊന്നും വ്യർത്ഥമാകുകയില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. ഞങ്ങളെ ശ്രവിച്ച ഷാലോം പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതായി